மேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அப்போ அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். സാർ എനിക്ക് ദീപാവലി താൻ മുഖ്യം അവിടെ പോകണം. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ജയറാമേട്ടൻ എയറിലാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഈ 2 സ്റ്റാൻഡ്, അതായത് 2 വള്ളത്തിൽ കാലി ഒട്ടിക്കൊണ്ടുള്ള പരിപാടി സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി. ആ വീഡിയോസ് ഇപ്പം മൊത്തം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നതും ആ വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഈ ജയറാമിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, അതിവിനയമുള്ള ഒരു മനുഷ്യനാണ്. പണ്ടുള്ളവർ പറയും അതിവിനയവും നല്ല ധൈര്യവും ഓവറായിട്ട് കാണിക്കുന്നവരെ വിശ്വസിക്കല്, ഇത് രണ്ടും പൊയ്യായിരിക്കും അല്ലെങ്കിൽ കള്ളമായിരിക്കും എന്നുള്ളത്. ഈ ജയറാമിന്റെ ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച് നോക്കുമ്പം അപ്പൊ അത് അന്വർത്ഥ്യമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നേക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ ഫേവർ ചെയ്ത് അവിടെ ഫേവർ ചെയ്ത് സംസാരിക്കുക, കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഉൾട്ടയടിക്കുക, നേരെ നമുക്ക് ഫേവറായിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുക. അപ്പൊ ഈ ജയറാമിന്റെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റിലെ കണ്ടല്ലോ, അപ്പം അതായത് 2020 അദ്ദേഹം പിന്നെ അന്ന് തമിഴ്നാട്ടിൽ കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ദീപാവലി കാരണമായിട്ടാണ് പുള്ളി ആ ക്ലൈമാക്സിൽ അഭിനയിക്കാതെ പോയത് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പുള്ളി എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്ക്. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയും ഇങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ ഇത് എടുക്കെടുക്ക മറ്റേത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസവും തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അന്ന് തമിഴ്നാട്ടിലെ ദീപാവലി അത്രയും അവർ പുണ്യമായിട്ട് കൊണ്ടാടുന്ന സംഭവം ആയതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു. കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ശബരിമല എത്ര പവിത്രമായിട്ടാണ് ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ അവിടെ പോകുന്നത് എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ആ ഇന്റർവ്യൂവിനകത്ത് പുള്ളി എന്തായി നേരെ ഉൾട്ട അടിച്ചിക്കുക. അതായത് പിന്നെ ശബരിമല പോകാൻ വേണ്ടിയാണ് 2020 ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തപ്പം അതിന് പങ്കെടുക്കാതെ പോയതെന്ന്. അപ്പൊ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അത് ദീപാവലിക്ക് പോയെന്നായി, കേരളത്തിൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ അത് ശബരിമല പോയെന്നായി. എവിടാണോ ഈ ഇമോഷണലി കണക്ട് ആവുന്നത് ആൾക്കാർക്ക് ആ കയറി ഒരൊറ്റപ്പെടുത്തത് പിടിച്ച് ഈ പറയുന്നില്ല, കക്കാൻ പഠിച്ച പോലെ നിൽക്കാൻ പഠിക്കണമെന്ന് പറയുന്നത് പോലെ ജയറാമിനെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് കമന്റായിട്ട് പറയുക. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഇപ്പൊ തമിഴിലേക്ക് ചേക്കേറി കഴിഞ്ഞു, ഓൾമോസ്റ്റ് തമിഴിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ തമിഴ് പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ ഏറെക്കുറെ അദ്ദേഹം അങ്ങ് ഔട്ടായി നിന്ന സമയത്താണ് തമിഴിലേക്ക് പോയത്. അപ്പൊ എന്തായിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സോഷ്യൽ മീഡിയ ആണ്. ഇന്ന് പറഞ്ഞിട്ടാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഇത് ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ കാണുമെന്നുള്ളത്. പിന്നെ ഇനിയിപ്പോ ഞാൻ വെക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും നമുക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ജോഡിയായിരുന്നു രാജസേനൻ വിത്ത് ജയറാമും. അപ്പം ആ ഒരു ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ രാജസേനൻ പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു പോർഷനോട് നിങ്ങളൊന്ന് കേൾക്ക്. ഇടയ്ക്കൊന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ പിണങ്ങിയ കാരണം അറിയണം, വഴക്ക് കൂടിയിരിക്കണം. ഇത് വഴക്കില്ലാതെ തനിയെ ഇങ്ങനെ അകന്നു പോകില്ലേ? ചില സിനിമകളിലൊക്കെ ചില ഷോട്ട് കാണുമല്ലോ, ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ. എന്നിൽ നിന്ന് നടന്നു പോയൊരു വ്യക്തിയാണ് ജയറാം എന്ന് എനിക്ക് തോന്നാറ്. നമ്മൾ വെറുതെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ മോഹിച്ചുകൊണ്ടോ അല്ലല്ലോ വിളിക്കുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ജയറാമിനെ ഞാൻ വിളിക്കുന്നത്, ജയറാമിൻ്റെ ഡേറ്റിന് വിളിക്കുന്നത് പോലെ പുള്ളി പ്രതികരിക്കുമായിരുന്നു. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ് എന്ന് പറഞ്ഞ് വയ്ക്കും. അത് എനിക്ക് അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനും വൈഫും മോളും കൊണ്ടിരിക്കുമ്പോഴോ ജയറാമിൻ്റെ കോൾ വന്നാൽ എൻ്റെ മോള് പറയും, ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങുമ്പോൾ എൻ്റെ മോൾ അവിടെ നിന്നുകൊണ്ട് പറയും ഇനി 1 മണിക്കൂർ പോയി. 1 മണിക്കൂറാണ് കോള്. അതിനകത്ത് നസീർ സാറ് വരും, സബ്ജക്റ്റിൽ യേശുദാസ് വരും. ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ഹിറ്റായത്. അതേ ആൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ,
ഞാൻ ഷോട്ടിലാണ്, ഞാൻ തിരക്കിലാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫോൺ കോൾസ് പുള്ളിക്ക് ബുദ്ധിമുട്ടാവുന്ന പോലെ തോന്നി. ഞാനിനി വീണ്ടും ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് പുള്ളി തെറ്റിദ്ധരിക്കുന്നതായിട്ട് തോന്നി. ഇതൊക്കെ ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് ഹിറ്റുകൾ നമുക്ക് മേലെപ്പറമ്പ് രാൻബീട്, അനിയമ്പാവ, ചേട്ടമ്പാവ, അങ്ങനെ തുടങ്ങി ഒരുപാട് പടങ്ങൾ ഹിറ്റ് സമ്മാനിച്ച പടങ്ങൾ എവിടെയോ വെച്ച് ജയറാം പുള്ളിയെ തേച്ചിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്ത് അങ്ങ് പോയി എന്നാണ് ഈ രാജസേനൻ പറയുന്നത്. കറക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ. കാര്യം എന്ന് വെച്ചാൽ ജയറാമിന്റെ ഇപ്പോഴത്തെ ഈ അതിവിനയം കാർഡും അതേപോലത്തെ കള്ളത്തരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ രാജസേനൻ പറഞ്ഞത് ശരിയാക്കാനാണ് 100% ചാൻസ്. ഈ പറഞ്ഞില്ല, ഇദ്ദേഹത്തിന്റെ ഈ അതിവിനയം എന്ന് പറയുന്നത് ഒരു പൊയ് മുഖമാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോ കേരളത്തിലെ പ്രേക്ഷകരെ അദ്ദേഹത്തിന് ഒരുപാട് സംതൃപ്തിപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹം കന്നഡ, തെലുങ്കു, അത് മാത്രമല്ല തമിഴ്, അതിലേക്കാണ് അങ്ങ് ഫുള്ളി മാറിക്കഴിഞ്ഞു ഏകദേശം. ഇനി മലയാളത്തിൽ 1-2 പടങ്ങളൊക്കെ ചെയ്യുമായിരിക്കാം. അത് എത്രത്തോളം സ്വീകാര്യത കിട്ടുമെന്നുള്ളത് നമുക്ക് ഇനി അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അപ്പൊ ജയറാമിന്റെ ഈ ഒരു ഇഷ്യൂവും ടോപ്പിക്കുമാണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. ഇത് കണ്ടിട്ട് അവസാനം വരെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒരു ഇതിനകത്തുള്ള ഒരു അഭിപ്രായം പറ്റുമെങ്കിൽ കമന്റ് ആയിട്ടൊന്ന് പറയുക. നിങ്ങൾ ജയറാമിനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്നുള്ള വിഷയം. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്